രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് ശബരിമല ദർശനം നടത്തുകയാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് നിലയ്ക്കലിന് സമീപമാണ്. ഈ റോഡിൽ കൂടിയായിരിക്കും രാഷ്ട്രപതിയുടെ വാഹനവ്യൂഹം കടന്നു പോവുക. പത്തനംതിട്ട പ്രമാടം ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഹെലികോപ്റ്ററിൽ വന്നിറങ്ങിയ ശേഷം രാഷ്ട്രപതി ദ്രൗപദി മുർമു റോഡ് മാർഗം ഈ കാണുന്ന വഴിയിൽ കൂടിയായിരിക്കും നിലയ്ക്കൽ വഴി പമ്പയിലേക്ക് എത്തുക. ഇപ്പോൾ ഇത് വനമേഖലയാണ്. ഇവിടെ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ധാരാളം ആളുകൾ താമസിക്കുന്ന ഇടമാണ്. ഇപ്പോൾ നമ്മോടൊപ്പം 2 കുട്ടികളുണ്ട്. അവർ രാഷ്ട്രപതിയെ കാണുന്നതിന് വേണ്ടിയിട്ട് റോഡരികിൽ ഇങ്ങനെ നിൽക്കുകയാണ്. തൊട്ടുപുറകിൽ നമുക്ക് പോലീസ് വാഹനങ്ങളൊക്കെ കാണാൻ സാധിക്കും. എല്ലാ പോയിന്റുകളിലും വലിയ സുരക്ഷയാണ് രാഷ്ട്രപതിയുടെ വരവിനോടനുബന്ധിച്ച് ഏർപ്പെടുത്തിയിട്ടുള്ളത്. സന്നിധാനത്ത് മാത്രം 1500 പോലീസിനെയാണ് വിന്യസിച്ചിട്ടുള്ളത്. രാഷ്ട്രപതി കാണാൻ നിൽക്കുകയാണോ? ആരാ പറഞ്ഞ രാഷ്ട്രപതി ഇന്ന് ശബരിമലയ്ക്ക് വരുന്നുണ്ടെന്ന്? അച്ഛനും അമ്മയും. എന്താ പറഞ്ഞ അച്ഛനും അമ്മയും? അച്ഛനമ്മയും പറഞ്ഞ് സഭയിലേക്ക് പോകാൻ വേണ്ടി വരുന്നുണ്ട്. ഇവിടെ നിന്ന് ഞാൻ കാണാം അല്ലേ? എവിടെ താമസിക്കുന്നേ? അവിടെ രാഷ്ട്രപതി ഇന്ന് വരികയാണ്. കാണാൻ നിൽക്കുകയാണോ? അച്ഛനും അമ്മയും പറഞ്ഞോ രാഷ്ട്രപതി വരുമെന്ന്? ഏതായാലും കുട്ടികളും വലിയ സന്തോഷത്തിലാണ്. കാരണം തങ്ങളുടെ താമസിക്കുന്ന ഇടത്തിൽ കൂടി രാഷ്ട്രപതി അയ്യപ്പ ദർശനത്തിനായി ശബരിമലയിലേക്ക് പോവുകയാണ്. അതിൻ്റെ ഒരു സന്തോഷം കൂടി ഈ കുട്ടികൾക്കുണ്ട്. കനത്ത സുരക്ഷ തന്നെയാണ്. വനമേഖലയാണ്. ഈ വനമേഖലയിൽ നിന്നും റോഡ് മാർഗത്തിലേക്ക് ഇറങ്ങുന്ന എല്ലാ പോയിന്റുകളിലും കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് കാണാൻ സാധിക്കും. എല്ലാ പോയിന്റുകളിലും പോലീസിന് ഇതിനോടകം തന്നെ വിന്യസിച്ച് കഴിഞ്ഞിട്ടുണ്ട്. വീഡിയോ ജേർണലിസ്റ്റ് അജി കുടുംബനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ, ഇൻ റിപ്പോർട്ടർ, പത്തനംതിട്ട.